നാടിനെ നടുക്കിയ ദുരന്തം കഴിഞ്ഞിട്ട് ഒരു മാസമാവുന്നു വയനാട്. പക്ഷേ ഈ ഒരു മാസത്തിനകം ആദ്യം ഉണ്ടായ ചില ആവേശവും ചർച്ചയ്ക്കും അപ്പുറം ഈ ദുരിതത്തിൽപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവരുടെ കാര്യത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളിലും ചർച്ചയില്ല, സർക്കാരിന് യാതൊരു അനക്കമില്ലാത്തൊരു മട്ടാണ്. അപ്പോൾ പുതുതായി വരുന്ന വാർത്തകളിൽ വയനാടിനെ മറക്കുന്നു. സാറേ, ഇത് സൗകര്യപൂർവ്വം കാര്യങ്ങളെ കാണാനും അതിലുമേറെ സൗകര്യത്തോടു കൂടി നമുക്ക് മറക്കാനും വിസ്മരിക്കാനുമുള്ള ഒരു മലയാളിക്കുള്ള ഒരു പ്രത്യേക കഴിവ്, അത് വയനാടിൻ്റെ കാര്യത്തിലും സംഭവിച്ചുകൂടാ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്ന അങ്ങോട്ടാണ്. ഉദാഹരണത്തിന്, ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ തോതിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത്, സഹായങ്ങളുടെ പ്രവാഹമാണ് ഉണ്ടായത്. അപ്പോൾ പക്ഷെ അതല്ല വാസ്തവത്തിൽ വേണ്ടുന്നത്. ഇപ്പോൾ ചില വാർത്തകൾ മീഡിയയിലൊക്കെ വരുന്നത്, ആൾക്കാർ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വന്ന് നിന്ന് അതിൻ്റെ സത്യാവസ്ഥ കിട്ടില്ലാത്തതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്. മുന്നിൽ വന്ന് പറയാൻ അവർ ആ ഗതികേടിൻ്റെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് പറയാൻ അവർ അതിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവർക്കുള്ളത്. ഉദാഹരണത്തിന് 10,000 രൂപ അടിയന്തര ധനസഹായമായി സർക്കാർ അവർക്ക് നൽകുമെന്ന് പറഞ്ഞത് പലർക്കും കിട്ടിയിട്ടില്ല എന്ന് ഓരോരുത്തരായിട്ട് മുന്നിട്ട് പറയുകയാണ്. പാല് വാങ്ങാൻ പൈസയില്ല, വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നവർക്ക് വൃദ്ധർക്ക് മരുന്ന് വാങ്ങാൻ പണമില്ല. അപ്പോൾ ഇത് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ സംവിധാനങ്ങളുടെ ഏകോപനമില്ലായ്മ, കാര്യങ്ങളുടെ സ്ഥിതി വിവര കണക്കുകൾ കൃത്യമായി ശേഖരിക്കാൻ കഴിയാത്തത്. ഇപ്പോൾ പുറമേ നിന്നുള്ള ഒരാൾക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ ഗവൺമെൻറ് മിഷനറി ആണെങ്കിൽ തന്നെ അവിടെ ചെന്ന് നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ പെറുക്കിയെടുത്ത് ഒരു കുട്ടി വയ്ക്കാൻ കഴിയില്ല. അല്ല, എൻ്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വയനാട്ടിലെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് ഒരു 3 മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിരുന്നില്ല, അതാണ് അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ ഏകോപനം ശരിയായ ദിശയിലേക്കല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അവിടുത്തെ പഞ്ചായത്തുകളുമായി, പഞ്ചായത്തിനറിയാം അവിടുത്തെ ഇത് വളരെ വ്യക്തമായിട്ട് ഒരാളുടെ താമസം എവിടെയാണ്, കാര്യങ്ങളൊക്കെ വിശദമായി പഞ്ചായത്തിലുണ്ട്. അപ്പോൾ പഞ്ചായത്തുമായിട്ട് ഈ 3 മന്ത്രിമാരെങ്കിൽ പല പല വകുപ്പുകളുടെ ഏകോപനം പഞ്ചായത്തിൻ്റെ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് നടക്കുന്നതിൽ എവിടെയൊക്കെ പാളിച്ച പറ്റി എന്നുള്ളതാണ്. ഈ പാളിച്ച പറ്റി എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ ഈ 10,000 രൂപ ഇല്ലാതെ ഈ പാവങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ റേഷൻ കാർഡ് ഇപ്പോൾ നഷ്ടപ്പെട്ടു, ID കാർഡുകളെല്ലാം നഷ്ടപ്പെടുന്നു, ഒരു കൂര നഷ്ടപ്പെടുന്നു. ഇവർക്ക് ഈ പണ്ടും നമുക്ക് പല ഓക്കെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ പ്രളയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ പുനരധിവാസം എന്ന് പറയുന്നത് സമയബന്ധിതമായി നടപ്പാക്കപ്പെടുന്നില്ല. ഇപ്പോഴും നമുക്ക് എത്രയോ പേര് ഇപ്പോഴും അത്തരം ഷെൽട്ടേഴ്സിൽ കഴിയുകയാണ്. നാളെ പൊതുവേ ഈ ദുരന്തം വരുന്ന സമയത്ത് ഈ ധനശേഖരണത്തിന് കാണിക്കുന്ന ഉത്സാഹം ഈ ദുരിതത്തിൽപ്പെടുന്നവരെ സഹായിക്കാനില്ല, വിതരണം ചെയ്യൽ കാണുന്നില്ല എന്ന് പൊതുവെ ഒരു പരാതിയുണ്ട്. കാരണം ഇത് നമ്മൾ പ്രളയത്തിലും കണ്ടാണ്, 2018 നമ്മൾ കണ്ടത്. പ്രളയത്തിൽപ്പെട്ട പലർക്കും ഇപ്പോഴും വിടുവെച്ച് കൊടുത്തിട്ടില്ല എന്നുള്ള പരാതികളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പത്രങ്ങളിൽ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ ധനശേഖരണം ഈ ദുരന്തത്തെ വലിയ തോതിൽ ഒരു ഹൈപ്പാക്കി മാറ്റി ധനശേഖരണം നടത്തി കിട്ടിയ ധനം, ഈ പേര് പറഞ്ഞാണല്ലോ പിരിച്ചെടുത്തത്, ആ കിട്ടിയ ധനം അർഹതപ്പെട്ടവർക്ക് കൃത്യമായി വിതരണം ചെയ്യാൻ എന്തേ എത്ര താമസം? ഇതിനകത്ത് പ്രളയ സമയത്ത് അർഹത ഇല്ലാത്ത കൈകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ ചെന്നപ്പെട്ടതിൻ്റെ വലിയ വാർത്തകളായിരുന്നു, സത്യമായ വാർത്തകളാണ്. അത് പിന്നെ ഒരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വളരെ കൃത്യതയോടുകൂടി ഈ കാര്യം ഇവിടെയും ചെയ്യണമായിരുന്നു. ഈ 500-ലധികം ആൾക്കാർ മരണപ്പെട്ടു പോയിട്ട് അതിലേറെ ആൾക്കാർക്ക് ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടി എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരു 10,000 രൂപ ഒരുപക്ഷെ അർഹതയില്ലാത്ത ചിലപ്പോൾ ചില ആൾക്കാർ കൂടി അല്ലെങ്കിൽ വന്ന് പെട്ടുപോകാം, കണക്കെടുക്കുമ്പോഴും സ്ഥിതിവിവര കണക്കുകളൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ വന്നു പോകാം. ഒരു 10-15 പോകുന്നെങ്കിൽ പോട്ടേന്നേ. പക്ഷേ അർഹതയുള്ളവർക്ക് ഇത് എത്തിയിട്ടില്ല എന്നുള്ള പരാതി അവരെ കൊണ്ട് പറയിപ്പിക്കാൻ തക്കവണ്ണം ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ചെന്നെത്തി നിൽക്കുന്നത് നമ്മുടെ പിടിപ്പുകളാണ്, സംവിധാനങ്ങളുടെ പിടിപ്പുകൾ. ഈ പറഞ്ഞാൽ ഇതിനേക്കാളും മരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ എത്ര ദയനീയമായ അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ ഇത്
വിരൽ ചൂണ്ടുന്നത് നമ്മുടെ സംവിധാനങ്ങളുടെ ഏകോപനമില്ലായ്മ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് അടിക്കടി ഉണ്ടാകുന്ന കേരളത്തിലെ വിവാദങ്ങൾ ഒഴിഞ്ഞ ദിവസങ്ങളേ കേരളത്തിലില്ല. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയമായും സാമൂഹ്യമായും എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനിടയിലാണ് വളരെ ദയനീയമായ നമുക്ക് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ളൊരു ഉരുൾപൊട്ടലും ആൾക്കാരുടെ ഇത്തരത്തിലുള്ള പിന്നെ നിലവിളിയും അവിടെ എത്തിയ മാധ്യമങ്ങൾക്ക് മാത്രം വലിയ തോതിൽ അതായത് ഒരു പുനർചിന്തനത്തിന് പ്രകൃതി നമ്മൾ ദ്രോഹിക്കുന്നതിനും അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയായി പ്രകൃതി ഇങ്ങനെ പ്രതികരിക്കുന്നതും ഒക്കെ അത് നമുക്ക് അന്ന് വളരെ വൈകാരികമായി ഇവർക്ക് വേണ്ടി പിന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമങ്ങളും ഇപ്പം അവിടെ കാണാനില്ല. കാരണം അതിലേറെ അവർക്ക് പിന്നെ വിഭവങ്ങൾ വെളിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, വിഭവങ്ങളായി കിട്ടുന്നുണ്ട്. സ്വാഭാവികം അവരിതിനെ മറക്കുന്നു, അത് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് അത് ചോദ്യം ചെയ്യപ്പെടുന്നു. പക്ഷേ ഇതിനകത്ത് 24 മണിക്കൂറും ഇത്ര പിന്നെ ഉണ്ടാകുന്ന വിവാദങ്ങളുടെ പിന്നാലെ പോകാതെ സമയം സ്ലോട്ടുകൾ ഇങ്ങനെ മാറ്റിവെക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് സ്റ്റോറിയിൽ കൃത്യമായി കൊടുക്കാൻ നമ്മൾ കൊടുത്തു തന്നെ തീരണം. അത് നമ്മൾ 24 മണിക്കൂറും വെച്ചിട്ട് ഏതാണ്ട് ഒരു 7-8 ദിവസം നമ്മൾ വയനാട്ടിൽ വേണ്ടി കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ മാധ്യമങ്ങൾ? ഉറപ്പായും മാനുഷികമായി ദുരിതം അനുഭവിക്കുന്ന ആളുകൾ അവർ നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ എല്ലാം നഷ്ടപ്പെട്ട് റിലീഫ് ക്യാമ്പുകളിൽ ആർക്കും വേണ്ടാത്ത ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പലർക്കും അവിടെ ഉള്ളത്. എല്ലാം നഷ്ടപ്പെട്ട് ഒരാൾ മാത്രം ശേഷിക്കുന്ന ആളുകൾക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളടക്കമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ പറഞ്ഞ മാധ്യമങ്ങളൊക്കെ അന്ന് വലിയ തോതിൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും വൈകാര്യമായിട്ട് അവതരിപ്പിക്കുന്ന ചെയ്ത ആളുകൾ നേരത്തെ പറഞ്ഞൊരു ഫോളോ അപ്പ് ചെയ്ത് ഇന്ന പ്രശ്നങ്ങളിവിടെ ഉണ്ട് എന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനെങ്കിലും ശ്രമിക്കേണ്ടതായിരുന്നു. സർക്കാരിൻ്റെ പെടുത്തിയിട്ടുണ്ടാകാം പക്ഷേ എങ്കിലും സർക്കാരിന് അത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഒരു ഭരണ സംവിധാനത്തിൻ്റെ പരാജയം വന്ന് പെടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ കാലങ്ങളിൽ നമ്മളിങ്ങനെ പറയും ചെയ്യാൻ കഴിയായിരിക്കും. എന്താണ് തടസ്സം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആളുകൾ പറയുന്നത് ശരിയല്ലേ? പൈസ മാത്രം ലക്ഷ്യം. പൈസ വിതരണം ചെയ്യുമ്പോൾ തന്നെ അതിൽ തന്നെ അസന്തുലിതാവസ്ഥകൾ കണ്ടും കേട്ടും പറഞ്ഞു തുടങ്ങിയപ്പോൾ അപ്പോൾ അതും അങ്ങനെയുണ്ട്. ഇപ്പോൾ 10,000 രൂപയല്ലേ എന്നേ ഇത് കൊടുക്കാൻ നമ്മുടെ ഈ ഫണ്ടുകൾ അതിലും എത്രയോ ഉപരിയായ ഫണ്ടുകൾ നമുക്ക് ലഭിച്ചിരുന്നു. ഒരു അടിയന്തര സഹായമായി 10,000 രൂപ ഒരാൾക്കും കിട്ടാതിരിക്കരുത്. അവർക്ക് നിത്യേനയുള്ള പിന്നെ ഈ മരുന്ന് വാങ്ങിക്കണമെങ്കിലും ഒരു പാല് വാങ്ങിക്കണമെങ്കിലും. ഇതിനിടയ്ക്ക് ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഇപ്പം 2 ദിവസം മുമ്പ് ഹൈക്കോടതി സ്വമേധ ഒരു കേസെടുത്ത് ഇതേ പ്രശ്നം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ഹൈക്കോടതി സ്വമേധ ഒരു കേസെടുത്ത് റിലീഫ് ക്യാമ്പുകളിൽ കിടക്കുന്ന ആളുകളെ ഈ പറഞ്ഞ പോലെ സർക്കാർ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പിന്നെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിറവേറ്റപ്പെടുന്നില്ല. അതിൻ്റെ ഒരു സ്വമേധ ഒരു പരാതി അതിൻ്റെ വിധി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന ആളുകളുണ്ട്. ഈ ക്യാമ്പിൽ കിടക്കുന്ന ഒരു ആശുപത്രി ചികിത്സയ്ക്ക് പോകുന്നു. അപ്പോൾ അവർ കൊടുക്കുന്ന ധനസഹായം ഈ ആശുപത്രിയിൽ കൊടുക്കുന്നതിന് പകരം ഇവരുടെ കൈകളിലാണ് കൊടുക്കുന്നത്. വളരെ വിചിത്രമായൊരു പരിപാടിയാണ്. കാരണം ആശുപത്രിയിൽ ചെന്ന് ചികിത്സ നടത്തിയാലേ അതിൻ്റെ ബില്ല് എത്രയെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. മറിച്ച് ഒരു 2,000 രൂപ ഇപ്പോൾ ഒരു ആളിന് കൊടുക്കുന്നിരിക്കട്ടെ, ഇദ്ദേഹം ഈ ചികിത്സയ്ക്ക് കിട്ടുന്ന പൈസയാണ്. ഈ പൈസ വെച്ചാൽ അദ്ദേഹം പോയി ആശുപത്രി പോയി ചികിത്സിക്കുന്നു. അവിടെ ബില്ല് ചിലപ്പോൾ 5,000 രൂപയാവും. ഈ 3,000 രൂപ ഇവിടുന്ന് കൊടുക്കും. അപ്പോൾ ഹൈക്കോടതിയിൽ ഇടപെട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അങ്ങനെയുള്ള പരിപാടിയും ചെയ്യേണ്ട, നിങ്ങൾ ചെയ്യേണ്ട ഹോസ്പിറ്റൽ ബില്ലാണ് അടയ്ക്കേണ്ടത്, അല്ല നീ ആശുപത്രി കണ്ടോ നക്കാപ്പിച്ച കൊടുക്കാൻ പാടില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മളൊരു പിന്നെ പരിഷ്കൃത സമൂഹം എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സമൂഹമാണ് കേരളത്തിലേത്. അപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത്തരത്തിലൊരു ക്രൈസിസ് വന്നാൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നത് നമ്മൾ ഇനിയും പഠിച്ചിട്ടില്ല എന്നുള്ളത്. അതാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളെക്കുറിച്ച് തന്നെ വളരെ വാചാലരാണ്. നമ്മൾ 1-ാം സ്ഥാനമാണ്, അതാണ് മനസ്സിലാണ്, ലോക നിലവാരമാണ്, ആരോഗ്യരംഗം, റോഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കുറ്റപ്പെടുത്തുന്നതല്ല. ഇതിനൊക്കെ കഴിവുള്ള ഒരാളാണ് മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എവിടെയോ എന്തോ തകരാറുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം ഇന്ന് റിട്ടയർ ചെയ്യുന്ന ചീഫ് സെക്രട്ടറി വേണു പുള്ളി പറഞ്ഞത്, ഇന്ന് യാത്രയപ്പിൽ പറഞ്ഞത്, ദുരന്തങ്ങളെ പിന്നെ അസാമാന്യ ധൈര്യത്തോടെ നേരിടുന്ന അത് ഞാൻ മുഖ്യമന്ത്രിയിൽ നിന്നാണ് പഠിച്ചത്, വല്ലാത്തൊരു സംഭവമാണെന്ന് അദ്ദേഹം ഇന്നലെ മുഖ്യമന്ത്രിയെ പ്രൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരിട്ടാൽ മാത്രം പോരല്ലോ, ഇദ്ദേഹത്തെക്കാളും അവിടെ കിടന്ന് അനുഭവിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ കാര്യങ്ങൾ കൂടെ നോക്കണ്ടേ? അതാ ഈ മുഖ്യമന്ത്രി നമുക്ക് പലതും പഠിക്കാനുണ്ട്. അത് പിന്നെ പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് പിന്നെ വളരെ നമ്മളിപ്പോഴും ക്രൈസിസിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിൻ്റെ ABCD നമുക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല. പുനരധിവാസം, ഇതിന് മുമ്പ് നടന്ന ഓരോ കാര്യങ്ങളുടെയും പുനരധിവാസം നമ്മൾ നോക്കിയാൽ മതി. അത് തന്നെ ആപ്പടെ താളം തെറ്റി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത്, ആനുകാലികത്തിന് സർക്കാരിനോട് പറയാനുള്ളത്, അടിയന്തരമായി നമ്മൾ വിവാദങ്ങൾക്ക് നമുക്ക് ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് വരും. നല്ലതാണ്, പിന്നെ മാധ്യമങ്ങൾക്ക് നല്ലതാണ്, അവരുടെ ഒരു ചാകര സമയമാണത് ഒക്കെ ആയിക്കോട്ടെ. പക്ഷേ അതിനിടയിലും മാധ്യമങ്ങൾ ഒരു പക്ഷേ ഇട്ടേച്ച് പോയാലും ഭരണ സംവിധാനങ്ങൾ ഇട്ടേച്ച് പോകരുത്. ഭരണസ്ഥാനത്തിന് അതിൻ്റേതായ ബാധ്യതയുണ്ട്. നമുക്ക് വയനാട് വീണ്ടും പോകാനും അതിലേക്ക് ഈ ഏകോപനത്തിനായി നിയോഗിക്കപ്പെട്ട ഈ 3 മന്ത്രിമാരുണ്ടെങ്കിൽ അവർ തന്നെ ഈ ആലങ്കാരികമായ പ്രസ്താവനകൾ നടത്തിയിട്ട് തഴിവിൽ പോകുക അല്ല, അവിടെ നിൽക്കണം.
അവിടെ നിൽക്കണം, അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യണം. ഈ 3 മന്ത്രിമാർ 2 പേര് കളഞ്ഞിട്ട് പോയി. ഇപ്പം മന്ത്രി കേള് മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഇവർക്ക് മന്ത്രിമാരാണ്, മറ്റൊരുപാട് വിഷയങ്ങൾ ഉണ്ടാവില്ലെന്ന് പറയാം. പക്ഷേ കൊടുത്ത ചുമതല പൂർത്തിയാക്കണം. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും അവിടെ എന്തായി സംഭവിച്ചതെന്ന് തൻ്റെ കീഴ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദിക്കാനും അത് കുറ്റമറ്റതാക്കി ഇത് സംവിധാനങ്ങൾ നടപ്പാക്കണമെന്ന് പറയാനുള്ള ബാധ്യത, ഉത്തരവാദിത്തം മന്ത്രിമാർക്കുണ്ട്. അത് ചെയ്യാത്തിടത്താണ് പ്രശ്നം വരുന്നത്. അവർക്ക് മറ്റൊരുപാട് പ്രശ്നങ്ങൾ, പാർട്ടി മീറ്റിങ്ങുകൾ വരുന്നു, ഇനി ജില്ലാ കമ്മിറ്റി സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഇങ്ങനെയുള്ള ദിവസം കൂടുതൽ പറയുന്നു. അല്ല, അതൊരു ദുരന്തം ആളുകൾ പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ പാർട്ടി സമ്മേളനം വരുന്നത് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതല്ലേ? ആ പണി കൃത്യമായിട്ട് ചെയ്യണ്ടേ? അതിനെന്തെങ്കിലും മുടന്ന ന്യായങ്ങൾ നമുക്ക് വീണ്ടും പിന്നെ ഇവർ പറയുന്ന ഈ മനുഷ്യനാവണമെന്നൊക്കെ പറയുന്നത് വെറും പൊള്ളയാണെന്നല്ലേ എൻ്റെ അർത്ഥം. അതിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ. നമുക്ക് അതാണ് പറയാനുള്ളത്. നമുക്ക് റൊട്ടീൻ സംഭവം നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അതിനിടയിലും നമ്മൾ അത് ഓണാവശ്യം മാറ്റിയിട്ട് വല്ല കാര്യമുണ്ടോ? ബേപ്പൂർ ജലോത്സവം നടത്തുന്നുണ്ട് മരുമോന്റെ ഇടപാടിൽ. മരുമോന്റെ ടൂറിസം മന്ത്രി ഇവിടെ പ്രശ്നമാണ്. ബേപ്പൂർ നടത്താം, കാര്യം ഈ ദുരന്തം നടന്നതിന്റെ വളരെ അടുത്തുള്ള സ്ഥലമാണ്. ബേപ്പൂർ ജലോത്സവം നടത്താൻ തീരുമാനം അദ്ദേഹം തന്നെ ഇതിന്റെ ഉദ്ഘാടനം മിക്കവാറും ചെയ്യും. അപ്പോൾ നമ്മൾ അന്ന് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓണാവശ്യം മാറ്റി വയ്ക്കണോ വേണമെന്നുള്ള വേറൊരു വിഷയമാണ്. പക്ഷേ എങ്കിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആവശ്യം നടക്കട്ടെ. പക്ഷേ ഇതെന്തിനും നമ്മൾ വേണ്ടാന്ന് വെക്കണം. വീണ്ടും ദുരിതകയത്തിലേക്ക് നമ്മളിപ്പോഴും ചർച്ച നടക്കുന്നുള്ളൂ. ഇപ്പോൾ പ്രധാനമന്ത്രിയിൽ നിന്ന് കിട്ടേണ്ടുന്ന, കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന ദുരിതാശ്വാസ പാക്കേജ് നൽകാമെന്ന് പ്രധാനമന്ത്രിയുടെ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം കൃത്യമായി എന്ത് കിട്ടിയാലും ആരെന്ത് കൊടുത്താലും ഇത് കൊടുക്കുന്ന ആർക്കാ? പാർട്ടിക്കോ സർക്കാരിനോ അല്ലല്ലോ. ഈ പറഞ്ഞ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ കൊടുക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ എല്ലാവരും ഉപേക്ഷിച്ച് പോയപ്പോൾ ഹൈക്കോടതിക്ക് സ്വമേധ ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നു. ഇതൊരു ഗതികേടല്ലേ? ഒരു ജനാധിപത്യ സർക്കാരിനുണ്ടാകുന്ന ഏറ്റവും നാണം കെട്ട ഒരു സംവിധാനമല്ലേ? എന്നിട്ട് ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവരുടെ താമസ സൗകര്യങ്ങൾ റെഡിയാക്കണം, റിലീഫ് ക്യാമ്പിൽ നിന്ന് അവരെ അർഹമായ സ്ഥലത്തേക്ക്, മാന്യമായ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആ കഷ്ടപ്പാട് പറഞ്ഞാൽ അവിടെയാണ് അവർ താമസിക്കുന്നത്. അതെ, അതോടൊപ്പം തന്നെ ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഹൈക്കോടതി പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ ടൗൺഷിപ്പൊക്കെ സംഭവം ഉണ്ടാക്കുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ദുരിതങ്ങൾ ഉണ്ടാവാത്ത തരത്തിലാവണം എന്ന് ഇങ്ങനെ ഓരോ കാര്യത്തിലും കേരളത്തിൽ ഹൈക്കോടതിക്ക് ഇടേണ്ട സാഹചര്യം വരികയാണ്. ഇവിടെ എല്ലാ മെഷീനറി സർക്കാരിലുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ആളുകളുടെ ദുരിതം കാണാനോ അവരുടെ കണ്ണീരൊപ്പാനോ അവരെ കൂടെ നിൽക്കാനോ ഇവിടെ ഒരു സംവിധാനം ഇല്ലാന്ന് മാറി നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ എത്രയോ ടെക്നിക്കൽ സ്കില്ലുള്ള ആൾക്കാരെന്ന് പറയും. ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം നമുക്ക് വളരെ നിസ്സാരമെത്തന്നെ അറിയാനുള്ള സംവിധാനം. ഇപ്പോൾ ഇതൊന്നും പ്രഗത്ഭരായ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവരുടെ ഒന്നും നിർദ്ദേശങ്ങളൊന്നും വേണ്ട ആർക്കും. അത് ചില പ്രത്യേക ആൾക്കാരുടെ അങ്ങനെ ആരും അവിടെ ചെല്ലലെന്ന് വരെ പറഞ്ഞ ആളാണല്ലോ മുഖ്യമന്ത്രി. അതാണ് ഏരിയ വരരുത് എന്ന് പറഞ്ഞാണല്ലോ. അങ്ങനെയൊക്കെ അത് ഒരു ഘട്ടത്തിൽ അതും പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഇത്ര അഭ്യർത്ഥിക്കാനുള്ളൂ. വിവാദങ്ങളൊക്കെ വരട്ടെ, അതിൻ്റെ പിന്നാലെ പോക്കോട്ടെ, ബാക്കി ഭരണത്തിൽ വേറെ ഒരുപാട് വിഷയങ്ങളുണ്ടാകാം. പക്ഷേ അടിയന്തരമായി ഒരിക്കൽ കൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്, എന്തെങ്കിലും ചെറിയ തോതിൽ ഒരാൾക്കെങ്കിലും 1 രൂപയെങ്കിലും അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങിക്കാനുള്ള അവസരമോ രാവിലെ ഒരു ചായ കുടിക്കാനുള്ള പാലെങ്കിലും കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പൈസയെങ്കിലും അല്ലെങ്കിൽ ചികിത്സയ്ക്കുള്ള പൈസയെങ്കിലും ദയവായി കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കുക. അങ്ങനെ ഒരാളിൽ നിന്ന് പോലും ഒരു പരാതി മാധ്യമങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. എന്നിട്ട് ബാക്കി പാക്കേജ് എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങി എടുക്കാൻ ശ്രമിക്കുക. എനിക്കൊന്നും അതും വഴിയില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് അതും ഇവിടെ കൂടിയാലും നടന്നിട്ട് ഒരു തീരുമാനത്തിലെത്താൻ കഴിയും. അത് കഴിഞ്ഞ ദിവസം പ്രൈം മിനിസ്റ്ററെ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം വിശദമായ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അതൊക്കെ അവിടെ നടന്നോട്ടെ. ഇപ്പോൾ ഏതാണ്ട് 200 കോടിക്ക് മേലെ ഈ ദുരിതാശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ സിമ്പിൾ ചിലവൊക്കെ ടൗൺഷിപ്പൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ? ഇപ്പം അതിലേക്ക് പോകണ്ടല്ലോ. ഇപ്പോൾ സാറ് പറഞ്ഞാൽ ഒരു പാല് വാങ്ങിക്കാനുള്ള പൈസ, ഇല്ലെങ്കിൽ അവന് മരുന്നിനുള്ള പൈസ, ഇവനെ മാറ്റി പാർപ്പിക്കാനുള്ള വീടിൻ്റെ വാടക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തു കൊടുക്കാമല്ലോ. അവിടെ ധാരാളം റിസോർട്ടിലുണ്ട്. ആയിക്കോട്ടെ, നിങ്ങളെല്ലാം റിസോർട്ടിൽ ഏറ്റെടുക്കുക, അവിടെ അവരെ താമസിക്കാനുള്ള സൗകര്യം ചെയ്യുന്നൊക്കെ പറയാണ്. ഇതിനൊന്നും വലിയ കോടിക്കണക്കിന് വരെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഉദ്ദേശം ഇവരെ രക്ഷിക്കലാണോ കൂടുതൽ പണശേഖരണമാണോ എന്നുള്ള നാട്ടുകാരുടെ സംശയത്തിന് ബലം നൽകുന്നതാണ്. എന്തായാലും ഇത് ഇങ്ങനെ തുടർന്നാൽ, ഒരാളെങ്കിലും കരഞ്ഞാൽ അത് കേരളത്തിൻ്റെ അപമാനകരമാണ്. തീർച്ചയായിട്ടും.